അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ദിക്റിനെ കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് പൊറുത്ത് തന്ന് നല്ലൊരു ജീവിതം തുടങ്ങുവാൻ, നല്ലൊരു ദിവസം തുടങ്ങുവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തെന്ന് വെച്ചാൽ, വെള്ളിയാഴ്ച സുബ്ഹ് നിസ്കാരത്തിന് മുന്നേയായിട്ട് ഈ ദിക്റ് 3 തവണ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ, 3 തവണ, വെറും 3 തവണ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടു തരുന്നതായിരിക്കും. ഏതാണ് ആ അത്ഭുതം നിറഞ്ഞ ആ ദിക്റ് എന്ന് നമുക്ക് നോക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്നുള്ള ഈ ദിക്റ് വെറും 3 തവണ ചൊല്ലിയാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്നതാണ്. നല്ലൊരു തുടക്കം വെള്ളിയാഴ്ച സുബ്ഹിൻ്റെ മുന്നേയായിട്ട് നിങ്ങളിത് ചൊല്ലുകയാണെങ്കിൽ നല്ലൊരു തുടക്കം, നല്ലൊരു ദിവസ ആരംഭം നിങ്ങൾക്ക് ലഭിക്കും. റബ്ബ് സുബ്ഹാനഹു തആല നമുക്കതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. അതൊരു പ്രത്യേക ഭാഗ്യം അതിന് കിട്ടും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ചെല്ലുവാനുള്ളൊരു ഭാഗ്യമുണ്ടാകും. നാളെ തന്നെ അത് ചെല്ലുവാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല പുറത്ത് നല്ലൊരു മനുഷ്യനാക്കി മാറ്റി മരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഈമാൻ കിട്ടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. കടങ്ങളെല്ലാം വീട്ടി റാഹത്തുള്ള, ഇസ്സത്തുള്ള, സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥാ, ഒരിക്കലും ഒരാളുടെ മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റബ്ബിൻ്റെ മുന്നിലല്ലാതെ അവൻ്റെ മറ്റ് അടിമകളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകരുത് അല്ലാ. എല്ലാം യാചിക്കേണ്ടത് റബ്ബിനോടാണ്. ആ ഒരു ഭാഗ്യം മാത്രം മതി. മറ്റുള്ളവരോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് കൈനീട്ടി യാചിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരുത്തല്ലേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.